കട സോപ്പിട്ട് ബൈക്കൊരെണ്ണം വാങ്ങി. നോ റിപ്ലൈ, സ്റ്റിൽ നോ റിപ്ലൈ. അവിടെ വീട്ടുകാര് ഓടിച്ചിട്ട് നാട്ടുകാര് കല്ലെറിഞ്ഞ് കൂട്ടുകാര് കൈയൊഴിഞ്ഞ് ഒറ്റയ്ക്കായി. സിനിമൻസ് വർക്കൗട്ടായി, പെണ്ണ് വലയിലായി, ചെക്കൻ പുലിയുമായി. ടോട്ടൽ ചേഞ്ച് ഔട്ടായി, ഡെയിലി ടേക്ക് ഔട്ടായി. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ ബ്രേക്കപ്പായി. മോനെ ചെറുക്കൻ ഇതേ കാരണവർക്ക് രാവിലെ വരെ പണിയൊന്നുമില്ലേ? എടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇന്നത്തെ ദിവസം എന്താണെന്ന് നിനക്കറിയാമോ? 1 സെക്കൻഡ് അപ്പച്ചാ, 1 സെക്കൻഡ്. ഇതാ ഇപ്പം പറയാം. ഏയ്, FBയിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഒരു അപ്ഡേഷനും ഇല്ല, നോട്ടിഫിക്കേഷനും ഇല്ല. പിന്നെ എന്തോന്നാ ഇന്ന് ഇത്ര ഭയങ്കരമായിട്ട്? എടാ നിന്റെ കയ്യിലിരിക്കുന്ന കുന്ത്രാണ്ടത്തിൽ അതൊന്നും കാണില്ല. ഇന്ന് ദുഃഖറാനയാ. അതെന്ത് കുന്താണപ്പച്ചാ? എടാ മോനെ, അത് കുന്തമൊന്നുമല്ല, കുന്തം കൊണ്ട് ഒരാളെ കൊന്ന ദിവസമാണ്. ഇതെന്തുട്ട ഈ അപ്പച്ചൻ പറയണേ? കുന്തം കൊണ്ട് ഒരാളെ കൊന്നെന്നോ? ആരെ അപ്പച്ചാ കൊന്നേ? മോനെ, നീ തോമാസ് ലീഹായെ പറ്റി കേട്ടിട്ടുണ്ടോ? പണ്ട് സൺഡേ ക്ലാസ്സിലൊക്കെ വെച്ച് കേട്ടിട്ടുണ്ട്. അല്ല, ഇപ്പം അങ്ങേർക്ക് എന്താ പറ്റിയേ? നീ ഇങ്ങ് വാ, അപ്പച്ചനെല്ലാം പറഞ്ഞു തരാം. മിശിഹായുടെ ശിഷ്യനായിരുന്നു തോമാസ് ലീഹ. മിശിഹ ഉയർത്തെഴുന്നേറ്റ സമയത്ത് ശിഷ്യന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ തോമസ് ഇല്ലായിരുന്നു. തിരുഹൃദയ കമ്മ്യൂണിക്കേഷൻ സവിനയം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ദുഃഖറാന. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു. കർത്താവ് ഉദ്ധാനം ചെയ്തു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തോമസ്, നമ്മുടെ കർത്താവ് ഉദ്ധാനം ചെയ്തിരിക്കുന്നു. നീ ഇവിടെ ഇല്ലാതിരുന്ന നേരത്ത് അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? ക്രിസ്തു ഉദ്ധാനം ചെയ്തെന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവിടുന്ന് എൻ്റെ അടുത്ത് വരികയും അവിടുത്തെ പാർശ്വത്തിൽ എൻ്റെ കരങ്ങൾ വയ്ക്കുകയും അവിടുത്തെ കരങ്ങളിലെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലുകൾ ഇടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കില്ല. സമാധാനം നിങ്ങളോട് കൂടെ. തോമാ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ കൊണ്ടുവന്ന് എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇപ്പോൾ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. എന്നാൽ എന്നെ കാണാതെ വിശ്വസിച്ചവർ അനുഗ്രഹീതർ. സ്വർഗത്തിലും ഭൂമിയിലും സർവ അധികാരവും എനിക്കു നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ, ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്.
മിശിഹായുടെ കൽപ്പന പ്രകാരം സുവിശേഷം പ്രഘോഷിക്കുക എന്ന ദൗത്യവുമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ശിഷ്യന്മാർ യാത്രയായി. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായോടുള്ള വിധേയത്വം സ്ഥിരം പ്രഖ്യാപിച്ച ധീരനായ ശിഷ്യൻ തോമസ് ആയിരുന്നു ഭാരതത്തിലെ സുവിശേഷ പ്രഘോഷണത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടത്. ഭാരതത്തിനു പുറമെ കൽദായ, സെലൂഷ്യ, ടെസിഫോൺ, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളും സുവിശേഷ പ്രഘോഷണത്തിനായി വിശുദ്ധ തോമസ് തിരഞ്ഞെടുത്തു. ദുരിതങ്ങൾ പേമാരിയായി പെയ്തിറങ്ങിയ ഒരു നീണ്ട കടൽ യാത്രയ്ക്കൊടുവിൽ AD 52 തോമസ് ശ്ലീഹ ഭാരതത്തിൽ കപ്പലിറങ്ങി. ഭാരതത്തിലെ യഹൂദരുടെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂരിലായിരുന്നു തോമസ് ശ്ലീഹ തന്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം പാലയൂരിലേക്ക് പോയി. ഹേ മനുഷ്യരെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇതപ്പം നല്ല കളിയായ. നോം എന്താ ചെയ്യണതെന്ന് ശുംഭൻ ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. പാവനമായി ഈ നദീതീരത്ത് നമ്മുടെ സൂര്യ നമസ്കാരം തടസ്സപ്പെടുത്തുകയോ? അല്ല, ഇവൻ ആര്? ശരി, നിങ്ങൾ വിളിക്കുന്ന ദൈവം ശക്തിയുള്ളവനെങ്കിൽ അവന്റെ നാമത്തിൽ നിങ്ങൾ മുകളിലേക്ക് എറിയുന്ന ജലം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കൽപ്പിക്കൂ. താൻ എന്താ ഈ പറയണേ? മുകളിലേക്ക് എറിയണ ജലം അവിടെ തന്നെ നിൽക്കേ വിഡ്ഢി. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജലം മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരികയില്ല. എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇയാളങ്ങനെ ചെയ്താൽ ആരുടെ നാമത്തിൽ അത് ചെയ്യുന്നുവോ ആ ദൈവത്തിൽ ഞങ്ങളും വിശ്വസിക്കാം. ജീവിക്കുന്ന ദൈവമായ മിശിഹായുടെ നാമത്തിൽ ഞാൻ മുകളിലേക്ക് എറിയുന്ന ഈ ജലം അവിടെ തന്നെ നിൽക്കട്ടെ. വിശ്വസിക്കാൻ കഴിയണില്ല. നാം എന്തായി കാണണേ? എന്താ നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര്? ആ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക. ആ ദൈവത്തിന്റെ പേര് ഈശോ എന്നാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പേറി കാൽവരിയിൽ യാഗമായി 3-ാം നാൾ മരണത്തെ കീഴടക്കി മഹത്വത്തിലേക്ക് ഉദ്ധാനം ചെയ്തവൻ. നിങ്ങൾ ആരാധന അർപ്പിച്ച സൂര്യൻ ദൈവത്തിന്റെ കേവലം സൃഷ്ടി മാത്രം. സൃഷ്ടിയല്ല, സൃഷ്ടാവിനെയാണ് നാം ആരാധിക്കേണ്ടത്. ഉവ്വോ, എങ്കിൽ ഞങ്ങളും ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ അനുവദിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് മാമോദിസ നൽകുന്നു. ഇനിമേൽ നിങ്ങൾ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നിങ്ങൾക്ക് ലഭിച്ച ഈ രക്ഷ എല്ലാവർക്കും പകർന്നു നൽകുവിൻ. അങ്ങനെ തോമസ് ശ്ലീഹ തന്റെ പ്രേക്ഷിത ദൗത്യത്തിന് ഭാരതമണ്ണിൽ തുടക്കം കുറിച്ചു. തോമസ് ശ്ലീഹായിൽ നിന്ന് ആദ്യമായി സ്നാനമേറ്റ പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയങ്കാവ് തുടങ്ങിയ പുരാതന ബ്രാഹ്മണ കുടുംബങ്ങൾ സഭാചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും നിറം മങ്ങാതെ നിൽക്കുന്നു. വിശുദ്ധ തോമസ് ശ്ലീഹ തന്റെ മിശിഹാനുഭവം കേരള ജനതയ്ക്ക് പകർന്നു നൽകിയപ്പോൾ അവിടെ ചരിത്രം ജനിക്കുകയായിരുന്നു. സുവിശേഷങ്ങൾ എന്നല്ല, പുതിയ നിയമം തന്നെ എഴുതപ്പെടുന്നതിന് മുമ്പ്
ജന്മം കൊണ്ട നമ്മുടെ സഭയുടെ ചരിത്രം. മിശിഹായിൽ നിന്ന് തന്റെ പ്രിയ ശിഷ്യൻ വഴി അനുഭവിച്ചറിഞ്ഞ രക്ഷയുടെ ചരിത്രം. ചരിത്രത്തിന്റെ താളുകൾ വീണ്ടും മറിയുമ്പോൾ മിശിഹായ്ക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും സന്തത സഹചാരിയായി കൂടെയുണ്ടായിരുന്ന അവിടുത്തെ ധീരശിഷ്യനായ തോമാസ് ശ്ലീഹായുടെ കൈവപ്പ് വഴി പിറവിയെടുത്ത 7 പള്ളികൾ എന്നറിയപ്പെടുന്ന 8 ക്രൈസ്തവ സമൂഹങ്ങളുടെ ചരിത്രം. അതെ, മാർത്തോമാ നസ്രാണികളുടെ ഉദയത്തിന്റെ ചരിത്രം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. തോമാസ് ശ്ലീഹ കേരളത്തിൽ നടത്തിയ പ്രേക്ഷിത ദൗത്യത്തിന്റെ ഒന്നാമത്തെ തെളിവായിരുന്നു സപ്ത ദേവാലയങ്ങൾ. ഈ ദേവാലയങ്ങൾ പിൽക്കാലത്ത് 7 പള്ളികൾ എന്നറിയപ്പെട്ടു. ഇവയിൽ ആദ്യത്തേത് കൊടുങ്ങല്ലൂർ. പ്രാചീന ഭാരതത്തിലെ പ്രസിദ്ധ വാണിജ്യ കേന്ദ്രവും തുറമുഖവുമായിരുന്നു കൊടുങ്ങല്ലൂർ. ക്രിസ്തുവർഷം 52 തോമ കൊടുങ്ങല്ലൂരിലെത്തിയപ്പോൾ സുറിയാനി ഭാഷ സംസാരിക്കുന്ന ഒരു പ്രബല യഹൂദ സമൂഹത്തെ അവിടെ കണ്ടെത്തി. അവരെയാണ് തോമ ആദ്യം ശിഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തേത് പാലയൂർ. ക്രിസ്തുവർഷം 52 തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തോമാസ് ശ്ലീഹ പാലയൂരെത്തി യഹൂദരെ സന്ദർശിച്ചു. യഹൂദരുടെ കമ്പോളമായിരുന്നതിനാൽ ഈ സ്ഥലം യൂദക്കുന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കള്ളിയങ്കാവ്, കോയിക്കര, മാടപ്പുര, നെടുമ്പള്ളി തുടങ്ങിയ 32 ഇല്ലക്കാരാണ് ഇവിടെ ക്രിസ്തുമതം സ്വീകരിച്ചതെന്ന് പാരമ്പര്യമുണ്ട്. മൂന്നാമത്തേത് കോക്കമംഗലം. കൊച്ചിയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ തെക്കുകിഴക്കായി വേമ്പനാട്ടു കായലിന്റെ തീരത്താണ് കോക്കമംഗലത്തിന്റെ സ്ഥാനം. പുരാതനമായ ഒരു ഹിന്ദു സങ്കേതമായിരുന്നു ഈ സ്ഥലം. ഇവിടെ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സ്ലീവ ശത്രുക്കൾ പിഴുത് കടലിലെറിഞ്ഞു. അതൊഴുകി പള്ളിപ്പുറത്തുള്ള മാറ്റേൽ എന്ന മൺതുരുത്തിലടിഞ്ഞു. സ്ലീവ കണ്ടെത്തിയ ക്രിസ്ത്യാനികൾ അവിടെ ദേവാലയം സ്ഥാപിച്ചു. നാലാമത്തേത് പറവൂർ അഥവാ കോട്ടക്കാവ്. ഇന്ന് വടക്കൻ പറവൂർ എന്നു പറയുന്ന കോട്ടക്കായൽ അഥവാ കോട്ടക്കാവ് എറണാകുളത്ത് നിന്ന് 15 നാഴിക വടക്ക് വേമ്പനാട്ടു കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ദ്രാവിഡ ഹൈന്ദവ കേന്ദ്രമായിരുന്നു പറവൂർ. തോമാസ് ശ്ലീഹ അവിടെ വന്ന് സുവിശേഷം അറിയിച്ചു. പലരും ക്രിസ്തുമാർഗം സ്വീകരിച്ചു. നെടുമ്പള്ളി, കോട്ടക്കാലി, കാഞ്ഞിരക്കാടൻ, വേങ്ങനാടൻ,
വാഴപ്പള്ളി, പയ്യപ്പള്ളി, ഈരാളി മുതലായ കുടുംബങ്ങൾ ശ്ലീഹായെ രക്ഷകനായി സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു. അഞ്ചാമത്തേത് നിരണം അഥവാ തൃപ്പാലേശ്വരം. പമ്പാ നദിയുടെ ഇരുശാഖകൾക്കും മധ്യയുള്ള നിരണം ഒരു പുരാതന നഗരമായി. അന്ന് പ്രസിദ്ധ വ്യാപാര നഗരമായിരുന്ന നിരണത്ത് യഹൂദ കച്ചവടക്കാരും ഇന്നാട്ടുകാരും ഉണ്ടായിരുന്നു. പട്ടമുക്ക്, തയ്യിൽ, മാങ്കി, മടത്തിലാൻ എന്ന 4 കുടുംബക്കാർ മാർത്തോമായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. ഏഴരപ്പള്ളികളിൽ ആറാമത്തേത് കൊല്ലം. 1-ാം നൂറ്റാണ്ടിൽ പ്രശസ്തി ആർജിച്ച തുറമുഖ നഗരമായിരുന്നു കൊല്ലം. ചൈനക്കാരും യഹൂദന്മാരും അവിടെ വ്യാപാരം നടത്തിയിരുന്നു. തോമാസ് ശ്ലീഹ ഇവിടെ യഹൂദർക്ക് സുവിശേഷം അറിയിച്ച ശേഷം ഗ്രാമങ്ങൾ ചുറ്റി നടന്നുകൊണ്ട് അനേകരെ മിശിഹായുടെ അനുയായികളാക്കി. തോമായുടെ കാലത്ത് സ്ഥാപിതമായ ദേവാലയം 1000 കൊല്ലം നിലനിന്നെന്നും പിന്നീട് കടലെടുത്തു പോയെന്നും പാരമ്പര്യമുണ്ട്. ഏഴാമത്തേത് നിലയ്ക്കൽ അഥവാ ഛായ. പശ്ചിമഘട്ട പർവ്വതത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പമ്പാ നദിയുടെ തെക്ക്, അതിന്റെ പോഷക നദിയായ കക്കാട്ടാറിന്റെ വടക്ക്, റാന്നിയിൽ നിന്ന് 36 നാഴിക തെക്കുകിഴക്ക് ചായൽ എന്നുകൂടി അറിയപ്പെടുന്ന നിലയ്ക്കൽ സ്ഥിതി ചെയ്തു. തോമാസ് ശ്ലീഹ അവിടെ ഒരു ക്രൈസ്തവ സമൂഹം രൂപീകരിച്ചു. ഒരു വർഷം തോമാസ് ശ്ലീഹ ഇവിടെ താമസിച്ചതായി പാരമ്പര്യമുണ്ട്. അവിടെ നിന്നാണ് കാഞ്ഞിരപ്പള്ളി, ചെങ്ങന്നൂർ മുതലായ സ്ഥലങ്ങളിലേക്ക് പിന്നീട് ക്രൈസ്തവർ കുടിയേറി. തോമാസ് ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ അരപ്പള്ളി തിരുവങ്കോട് സ്ഥാപിച്ചു എന്നാണ് പുരാതന പാരമ്പര്യം പറയുന്നത്. തമിഴ്നാട്ടിലെ തക്കല രൂപതയിൽപ്പെട്ട കന്യാകുമാരി ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അരപ്പള്ളി മലയാറ്റൂരാണെന്ന അഭിപ്രായവുമുണ്ട്. തന്റെ സന്തത സഹചാരിയും ശ്രേഷ്ഠ ശിഷ്യനുമായ കേപ്പാൻ ഭാരതം മുഴുവന്റെയും മേലധ്യക്ഷനായി തോമാസ് ശ്ലീഹ ഉയർത്തി. തോമാസ് ശ്ലീഹ പിന്നീട് മൈലാപ്പൂരിലേക്ക് പോയി. ക്രിസ്തുവർഷം 69 തോമാസ് ശ്ലീഹ മൈലാപ്പൂരിൽ സ്ഥിരതാമസമാക്കി. മൈലാപ്പൂരിലെ ബ്രാഹ്മണ പുരോഹിതന്മാർ തോമായെ വലിയ ശത്രുവായി കണ്ടു. തിരുമേനി, ആ വരത്തനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവനും അവൻ്റെ ഒരു ഇത് ശരിയാവില്ല കേട്ടോ. കലികാലം അല്ലാതെ എന്താ ഇപ്പൊ പറയാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലാച്ചാ ഹൈ, ഇതല്ലേ ആ ഏഫ്യൻ? ഇത് തന്നെയാ പറ്റിയ അവസരം. കർത്താവേ, നിന്റെ സകല കരുണയ്ക്കും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ,
ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. സുരലോക പാത നരനു കാട്ടുവാൻ ഒരു ദേവദൂതനായി അണഞ്ഞു നീ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു,